ഏവർക്കും നമസ്കാരം. ഇത് ജനുമാഷ് ഒരു വയനാടിന് വിശേഷവുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. ഹാ വിജിഗീഷ് മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് പാടിയത് വൈലോപ്പിള്ളിയാണ്. ഇവിടെ ഇതാ കിളിക്കൂട്ടുകാർ ഒരു കൊച്ചു ടൗൺഷിപ്പ് തികച്ചും താൽക്കാലികമായ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നു. അവരുടെ പണിത്തിരക്കൊന്ന് നോക്കൂ. അവർക്ക് ഒരല്പം സമയം മതി, ഒരല്പകാലത്തേക്ക് മാത്രം താമസിച്ചാൽ മതി. അതുകൊണ്ട് അത്രയേ ഉറപ്പും ആവശ്യമുള്ളൂ. മനുഷ്യന് അത് പോരല്ലോ. വ്യക്തമായ കാഴ്ചപ്പാടോടെ ശക്തമായ ആസൂത്രണത്തിൻ്റെ പിൻബലത്തിൽ നീണ്ട കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് മനുഷ്യന് ആവശ്യം. അവനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും, ഒത്തുചേരാൻ ആവശ്യമായ സംവിധാനങ്ങൾ, കളിസ്ഥലം, പൊതു ഇടങ്ങൾ, വാസസ്ഥാനം എല്ലാം ഇവിടെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. കൽപ്പറ്റ റോഡരികിൽ 410 വീടുകൾ ഒന്നിനു പിറകെ ഒന്നായി ഒരു സമുച്ചയമായി ഉയർന്നു വരുന്നു. നിരവധി മനുഷ്യർ രാവും പകലും യന്ത്രസഹായത്തോടെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ എത്ര തന്നെ മുട്ടാപ്പൂക്കുകൾ പറഞ്ഞാലും നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ നല്ലത് തന്നെ എന്ന് സമ്മതിച്ചേ പറ്റൂ. ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നിരവധി പരാതികളും ആരോപണങ്ങളും പൊള്ളയായ അവകാശവാദങ്ങളും നാം കേട്ടുകഴിഞ്ഞു. അവയെല്ലാം അതിൻ്റെ മുഖവിലിക്കെടുത്തുകൊണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നല്ല മനുഷ്യരെ സഹായിക്കാനുള്ള സന്മനസ്സുമായി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ രീതിയിൽ, മികച്ച രീതിയിൽ, ഉറപ്പോടെ ഫൗണ്ടേഷൻ എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് തറ കോൺക്രീറ്റ് പൂർത്തിയാക്കി, കെട്ടിടം പണി പൂർത്തിയാക്കി, കോൺക്രീറ്റ് സ്ലാബിട്ട് 207ഓളം വീടുകൾ ഇപ്പോൾ സാമാന്യം പൂർത്തിയായി കഴിഞ്ഞു. ദുരന്തമുഖങ്ങളിലുള്ള മലയാളിയുടെ മനഃശക്തിയും സമചിത്തതയും സഹജീവി സ്നേഹവും പരിശോധിക്കാനാവാം ഇത്തരം ദുരന്തങ്ങൾ. ഹാ മനുഷ്യൻ അഥവാ ഹിതാർത്ഥമായി വാമലീല തുടരുന്നതാം വിധി. ആശാൻ.